ഇത് പിന്നെ പോടാക്കി എന്നാ ചെയ്യാൻ ഇത് ഒന്നാക്കി ഇപ്പൊ മുടിയെന്ന് തോന്നുന്നു. ഇത് പെട്ടെന്ന് റെഡിയാക്കി തരാൻ പറ്റും. ആ അപ്പേ ഏട്ടാ ആകാശ റെഡിയാക്കി ഒപ്പുവരാം. എന്റെ പൊന്നപ്പോ ഈ മാസം 3ാമത്തെ പ്രാവശ്യം ഫോൺ കേടാണ്. ഇവിടെ എങ്ങനെയുണ്ട് പരിപാടി സെറ്റപ്പൊക്കെ കച്ചവടോ? കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. വരുമാനം എത്ര കിട്ടും? ജീവിക്കാനുള്ളത് കിട്ടുമോ? കുഴപ്പമില്ലാണ്ട് പോകുന്നു. സുഹൃത്ത് ഇവിടെ പാട്ട് പിടിക്കൂ. പാട്ട് പിടിച്ചു തരും. കരോക്കെ എത്ര പാട്ടുണ്ട്? ഒരു 10-20 പാട്ടുണ്ട്. യൂട്യൂബിലുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു തരാം. നാളെ ഒരു കല്യാണം ഉണ്ട്, അതിന് പാടാൻ വേണ്ടിയിട്ടായിരുന്നു. 200 രൂപയ്ക്കാവും പിടിച്ചു തരുമ്പോഴത്തേക്ക്. 20 പാട്ടല്ലേ? ചെയ്തു തരാം, കുഴപ്പമില്ല. ശരി. ആ പെണ്ണിച്ചോട്ടെ, ആ ഷാജി ഇതെന്നാ ഇവിടെ? ഞാൻ എന്റെ ഫോൺ കംപ്ലൈന്റ് ആയി, അത് നന്നാക്കി കൊടുത്തു. ആ അത് ശരി. ഇവിടെ ഞാൻ 2 പാട്ട് പിടിക്കാൻ വേണ്ടി വന്നതാണ്. കരോക്കെ. ചേട്ടൻ എന്തിനായിട്ട് ഇവിടെ കൊടുക്കണേ? നമുക്കത് മൊബൈലിൽ ചെയ്യാൻ പാടില്ലേ? അങ്ങനെ സംവിധാനം ഉണ്ടോ? ചേട്ടൻ ഈ ആൻഡ്രോയിഡ് ഫോണിന്റെ പരിപാടി അറിയാൻ പാടില്ലേ? ഈ വലിയ കാര്യമായിട്ടൊന്നും അറിയില്ലെന്നേ. ഫോണിങ് എടുത്ത് അങ്ങനെ സംവിധാനം ഉണ്ടല്ലേ? ഈ ആപ്ലിക്കേഷൻ ഉണ്ടോ? ഇതിന്റെ അകത്ത് നമ്മൾ ആവശ്യമുള്ള പാട്ട് അടിച്ചു കൊടുക്കുക. ഡൗൺലോഡ് വേണ്ടി പോലും വേണ്ട, ഡൗൺലോഡ്. അപ്പൊ മാനേ നീ ആ പേപ്പറിങ് തന്നേക്ക്. നമ്മുടെ ഷാജി ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആയില്ലെങ്കിൽ ഞാൻ വരാം. ഓക്കെ എന്താല്ലേ ആൾക്കാരുടെ കയ്യിൽ 19,000 രൂപയുടെ ഫോണാ, പക്ഷെ ഉപയോഗം അറിയാൻ പാടില്ല. എന്ത് പരിപാടിയല്ലേ? എന്റെ ഫോൺ ശരിയാക്കാണോ? അറിയോ? ശരിയാക്കിയാൽ മതിയായിരുന്നു. ചേട്ടാ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ മറ്റേ ലാമിനേറ്റ് എത്ര ചേട്ടാ? 50 രൂപയ്ക്കാവും. ഒന്ന് ഒരു 5-6 ചെയ്തു തരാമോ? പറയാനുണ്ടെങ്കിൽ റേറ്റ് പറയും. എടാ മോനെ, നീ ഇത് ലാമിനേറ്റ് ചെയ്യാൻ പോകണോ? എടാ ഇത് ലാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ വാല്യൂ പോകും, നിനക്കറിയാവോ? നീ എങ്ങാനും ഇത് ലാമിനേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ സാധനം ഉരുകിപ്പോയാ എന്നേ. ചേട്ടാ നിക്കേട്ടാ, എന്നാ വേണ്ട, ഞാൻ പിന്നെ ഒന്ന് ചെയ്തോളാം. എന്റെ പൊന്നപ്പ ഇപ്പോഴത്തെ പിള്ളേർക്ക് പഠിപ്പുണ്ടെന്നുള്ളൂ, വിവരമെന്ന് പറഞ്ഞ സാധനം ഇല്ല. അല്ലെങ്കിൽ ഈ സാധനമൊക്കെ ലാമിനേറ്റ് ചെയ്യുമോ? ചേട്ടാ ടിക്കറ്റിന്റെ പെണ്ണെടുക്കാനാണ്. എങ്ങോട്ട് വാട്സപ്പ് ചെയ്യണ്ടേ? 6 മണിക്ക് ഫ്ലൈറ്റ് ആണ് കേട്ടോ. വീട്ടിൽ ചെന്നിട്ടേ കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനുള്ള, അതുകൊണ്ടാ. നമ്മുടെ ശശിനെ ഉള്ളേ? ആ അതെ, എന്നാ ടിക്കറ്റ് എടുക്കാൻ വന്നേട്ടാ. എങ്ങോട്ടാ പോണേ? സൗദിക്ക് ചേട്ടാ. ഇതെന്തിനാ ഇത് കോപ്പി എടുക്കേണ്ട കാര്യം എന്നുള്ളൂ. ഇത് ഫോൺ അവിടെ കാണിച്ചാൽ മതി. എന്നാലും ഒന്ന് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാ. വെറുതെ എന്തിനാ കാശ് കളഞ്ഞു? അതിനാണ് പോണേ. എന്തിനാ പേടിക്കുന്നത്? ഒരു കാര്യമില്ല. ഈ ഫോൺ അവിടെ കാണിക്കുക, വെറുതെ പൈസ കളയേണ്ട ആവശ്യമുണ്ട്. ചേട്ടാ ഇന്ന് പ്രിന്റ് വേണ്ട കേട്ടോ ടിക്കറ്റിന്റെ. അതൊന്നേ അതെ, നമ്മൾ ടിക്കറ്റിന്റെ പ്രിന്റ് എടുക്കുന്നുണ്ട്, വലിയ കാര്യമില്ലെന്ന് വിചാരിക്കണ്ട. പോണ വഴിക്ക് ഫോണും താഴെ വീണ് പൊട്ടു, അല്ലെന്ന് കാണാതെ പോയതാ അവിടെ എന്നെ എടുത്തിട്ട് കാണിക്കും. അവന് ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുള്ള. നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്ത് വെക്കണമെന്നുള്ളൂ. വേണമെങ്കിൽ എടുത്തോട്ടോ. എന്നാലും വേണ്ട ചേട്ടാ, കുഴപ്പമില്ല. ഞാനേ ആ ഫോൺ ശരിയാക്കാന്ന് നോക്കട്ടെ. ഫോൺ റെഡിയാവും. മനുഷ്യേട്ടാ അവനെ തീറുടായിപ്പോഴാൻ 10 പൈസ എന്താ ചെയ്യുക? പൈസ തന്നെങ്കിൽ മാത്രം കൊടുത്താൽ മതി. എത്ര രൂപ? 300. ശരിയാക്കിയിട്ടുണ്ട് 300 രൂപ. ഒരു മാസം കിട്ടിയാൽ മതിയോ? എത്ര? 300 അല്ലേ? പൈസ നാളത്തേക്ക് മതിയോ? ചേട്ടാ ഇല്ല ചേട്ടാ, പൈസ ഇപ്പൊ തന്നെ നമ്മള് പരിചയമുള്ളതല്ലേ. ഞാനേ അപ്പൂനോട് ചോദിച്ചു. എടാ അപ്പൂ, ഒരു അബദ്ധം പറ്റിയ പൈസ എടുത്തില്ല. ഒരു 500 രൂപ ഞാൻ നാളെ ഇതിൽ പോകുമ്പോൾ കൊണ്ട് തരാം. വൈകുന്നേരത്തുള്ളിൽ തരാം. എത്ര? 500 രൂപ. 500 അല്ലേ? ഞാനേ രാവിലെ ഒരു ചേട്ടൻ പാട്ട് പിടിക്കാൻ വന്നിരുന്നു, കരോക്കെ. അതിന്റെ പൈസ ഉണ്ടായിരുന്നല്ലോ. പാട്ട് പിടിച്ചില്ലല്ലോ. ഏത് പുള്ളി പാട്ട് പിടിച്ചില്ല, മൊബൈലിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു വിട്ടില്ല പുള്ളി. ഓ അങ്ങനെ പറഞ്ഞു വിട്ടായിരുന്നല്ലേ. പിന്നെ ഈ ലാമിനേഷൻ ചെയ്യാൻ വന്നില്ലായിരുന്നോ? അതിന്റെ 500 രൂപ ആയിരിക്കുമല്ലോ. എടാ അവൻ ലാമിനേഷൻ ചെയ്തില്ല. അതിന് മറ്റേ കത്തിപ്പോന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഓ പിന്നെ പ്രിന്റ് എടുക്കാൻ വന്നായിരുന്നല്ലോ, ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ. ആ കാശില്ലേ? അയ്യോ എടാ അവൾ എടുത്തില്ല. അത് അവള് മറ്റേ മൊബൈൽ കാണിച്ചാൽ ഞാൻ പറഞ്ഞു വിട്ടായിരുന്നു. പോയായിരുന്നല്ലേ? അപ്പൊ നിനക്ക് അറിയാം അവിടെ കച്ചവടം നടന്നില്ലെന്ന് അറിയാലേ. രാവിലെ എത്ര പേര് ഇവിടെ വന്നാ? എല്ലാത്തിനും നീ പറഞ്ഞു വിട്ടില്ലേ? കൈനീട്ടം മുതൽ നേരമായിട്ട് വിട്ടിട്ടില്ല ഇവിടെ, അറിയോ? ആ 3 പേര് വന്ന് അവരുടെ പൈസ നിനക്ക് തരത്തില്ലായിരുന്നോ? 500 രൂപ. എടാ നീയോ പണിക്ക് പോയില്ല, പണിയാ ഇരിക്കുന്നവനെങ്കിലും ഒന്ന് പണിയിപ്പിക്കാൻ സമ്മതിക്കും. മേലെ നീ പരിസരത്ത് കണ്ടുപോകല്ലേ മനുഷ്യനെ കച്ചവടം കളയാനായിട്ട്. ഉടായിപ്പിന്റെ ഉസ്താദവൻ. അവനെ പൈസ മേടിക്കാൻ അവന് ഫോൺ കൊടുക്കരുത്. ചേട്ടാ ഫോണിൽ ഡിസ്പ്ലേ പൊട്ടിപ്പോയി, ഇവിടെ താഴെ വേണം. ഒന്ന് ഡിസ്പ്ലേ മാറി തരാമോ ചേട്ടാ? ഒന്ന് പെട്ടെന്ന് റെഡി തന്നെ ചേട്ടാ. ആ ഫ്രണ്ടിന് എടുത്തരാം. 6 മണിക്ക് ഫ്ലൈറ്റ്.